Now the next effect of the force of contraction change ചെയ്യാനായിട്ടുള്ള അടുത്ത കാരണം എന്ന് പറയുന്നത് ലോഡാണ്. So now what is load? There are two types of load that can affect the force of muscle contraction. One is the after load and second is the free load. Now what is after load? ആ വേർഡിനകത്ത് തന്നെയുണ്ട്. ഒരു മസിൽ കോൺട്രാക്ഷൻ തുടങ്ങിയതിന് ശേഷം കൊടുക്കുന്ന ലോഡിനെയാണ് ആഫ്റ്റർ ലോഡ് എന്ന് പറയുന്നത്. ദ ലോഡ് ദറ്റ് ആക്ട്സ് ഓൺ ദ മസിൽ ആഫ്റ്റർ ദ ബിഗിനിങ് ഓഫ് മസിൽ കോൺട്രാക്ഷൻ. അതായത് ലിഫ്റ്റിംഗ് ആൻ ഒബ്ജക്റ്റ് ഫ്രം ദ ഗ്രൗണ്ട്. ഓക്കെ, അത് ലിഫ്റ്റ് ചെയ്യുന്നതിന് മുന്നേ യു ആർ പ്രിപ്പയറിങ് യുവർ മസിൽ, അതിനൊരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ദെൻ യു ആർ ലിഫ്റ്റിംഗ്. സോ അതിന് എന്തുമാത്രം വേണം എന്നുള്ളൊരു ഫോഴ്സ് ഓഫ് കോൺട്രാക്ഷൻ നമ്മൾ പ്രീ പ്ലാൻഡ് ആയിട്ട് ഓൾറെഡി കോൺട്രാക്ഷൻ നടത്തിയതിന് ശേഷമാണ് ലോഡ് കൊടുക്കുന്നത്. ദ ലോഡ് ആക്ട്സ് ഓൺ ദ മസിൽ ഓഫ് ദി ആം ഓൺലി ആഫ്റ്റർ ലിഫ്റ്റിംഗ് ദി ഒബ്ജക്റ്റ് ഓഫ് ദി ഗ്രൗണ്ട്. ദാറ്റ് ഈസ് ഓൺലി ആഫ്റ്റർ ദി ബിഗിനിങ് ഓഫ് മസിൽ കോൺട്രാക്ഷൻ. ഇനി ഫ്രീ ലോഡ് അല്ലെങ്കിൽ ഫോർ ലോഡ് എന്ന് പറയുന്നത് എന്തുവാണ്? ഫ്രീ ലോഡ് എന്ന് പറയുന്നത് നമ്മൾ ലോഡ് കൊടുത്തതിന് ശേഷം മസിൽ കോൺട്രാക്ട് ചെയ്ത് തുടങ്ങുന്നതിനെയാണ് ഫ്രീ ലോഡ് അല്ലെങ്കിൽ ഫോർ ലോഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ്, ഇപ്പം നമ്മളൊരു എംപ്റ്റി ബക്കറ്റ് പിടിക്കുവാണ്, നമ്മുടെ മസിൽ കോൺട്രാക്ഷൻ വളരെ മിനിമം ആണ്. ഓക്കെ, ദർ ഇസ് നോ കോൺട്രാക്ഷൻ ഫോർ യു ആർ യൂസിങ് ഫോർ ഫോഴ്സ് ഓഫ് കോൺട്രാക്ഷൻ ദാറ്റ് യു ആർ യൂസിങ് ടു ഹോൾഡ് എംപ്റ്റി ബക്കറ്റ്. ഇനി ഈ എംപ്റ്റി ബക്കറ്റ് പിടിച്ചോണ്ട് നമ്മൾ വെള്ളം നിറയ്ക്കുമ്പം നമ്മൾ പിന്നെ മസിൽ കോൺട്രാക്ഷൻ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ആസ് ദി ലോഡ് ഇൻക്രീസസ്. സോ ലോഡ് കൂടുന്നതനുസരിച്ച് മസിൽ കോൺട്രാക്ട് ചെയ്യുന്നതിനെയാണ് ഫോർ ലോഡ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഹൗ ക്യാൻ യു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഫ്രീ ലോഡ് ആൻഡ് ആഫ്റ്റർ ലോഡ്? ഫ്രീ ലോഡ് എന്ന് പറയുന്നത് ഇസ് മോർ അഡ്വാൻറ്റേജസ് സിൻസ് ഫോഴ്സ് ഓഫ് കോൺട്രാക്ഷൻ ആൻഡ് വർക്ക് ഡൺ ബൈ ദ മസിൽ ഇസ് ഗ്രേറ്റർ ഇൻ ഫ്രീ ലോഡ്. ദാറ്റ് ഇസ്, ലോഡ് കൊടുക്കുന്ന അനുസരിച്ച് നമ്മൾ ഫോഴ്സ് ഓഫ് കോൺട്രാക്ഷൻ കൂടുന്നത് ഇസ് മോർ ബെനിഫിഷ്യൽ ആ മസിലിന് നന്നായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ദാൻ ദി ആഫ്റ്റർ ലോഡ്. ദാറ്റ് ഇസ്, ഫോഴ്സ് ഓഫ് കോൺട്രാക്ഷൻ ഓൾറെഡി ആയി, അത് കഴിഞ്ഞിട്ട് ലോഡ് കൊടുക്കുമ്പം ആ ഫോഴ്സ് ഓൾറെഡി നടന്നത് കൊണ്ട് പിന്നെ വേറൊരു ഫോഴ്സ് ഓഫ് കോൺട്രാക്ഷൻ നടക്കുമ്പോൾ അത്രയും ഇഫക്റ്റീവായിട്ട് നടക്കത്തില്ല. സോ ഫ്രീ ലോഡ് ഇസ് മോർ അഡ്വാൻറ്റേജസ് ദാൻ ആഫ്റ്റർ ലോഡ്. ഇത് കാരണം എന്ന് പറയുന്നത് ഇസ് ഇൻ ഫ്രീ ലോഡഡ് കണ്ടീഷൻസ് ദ മസിൽ ഫൈബേഴ്സ് ആർ സ്ട്രെച്ച്ഡ് ആൻഡ് ദ ഇനീഷ്യൽ ലെങ്ത് ഓഫ് ദി മസിൽ ഫൈബർ ഇസ് ഇൻക്രീസ്ഡ്. ദിസ് ഫെസിലിറ്റേറ്റ്സ് ദി ഫോഴ്സ് ഓഫ് കോൺട്രാക്ഷൻ ആൻഡ് ദിസ് ഇസ് കോൾഡ് ആസ് ഫ്രാങ്ക് സ്റ്റാർലിങ്സ് ലോ. നമ്മൾ സ്റ്റാർലിങ്സ് ലോ പറഞ്ഞു, ഒരു ഇനീഷ്യൽ ലെങ്ത് കോൺട്രാക്ട് ചെയ്യുമ്പം വരുന്ന ഫോഴ്സ് ആണ് അതിൻ്റെ മാക്സിമം ഇഫക്റ്റിൽ വരുന്നത്. സോ വാട്ട് ഡു യു മീൻ? ഒന്നും കൂടെ പറയാണ്, വാട്ട് ഡു യു മീൻ ബൈ ഫ്രാങ്ക് സ്റ്റാർലിങ്സ് ലോ? It is a law that states that the force of contraction is directly proportional to the initial length of the muscle fiber. If the initial length is in a maximum length, the force of contraction can be maximum. If the initial contraction is already shortened, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള കോൺട്രാക്ഷൻ മാത്രമേ ആ മസിലിന് പറ്റത്തുള്ളൂ. സോ ആഫ്റ്റർ ലോഡ് എന്ന് പറയുമ്പം മസിൽ ഓൾറെഡി പകുതി ഷോർട്ടൻഡ് ആയിട്ട് നിൽക്കുവാണ്, അത് കഴിഞ്ഞിട്ടൊരു ലോഡ് കൊടുക്കുമ്പം മിനിമം ഫോഴ്സ് ഓഫ് കോൺട്രാക്ഷൻ അതിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഫ്രീ ലോഡ് എന്ന് പറയുമ്പോൾ മസിൽ ഇസ് നോട്ട് കോൺട്രാക്റ്റഡ് അറ്റ് ഓൾ. ആ സമയത്ത് ദ മസിൽ ഇസ് ഇൻ മാക്സിമം ലെങ്ത് ആൻഡ് പൊസിഷൻ ഇൻ ഇറ്റ്സ് ഇനീഷ്യൽ സ്റ്റേജ്. അത് കഴിഞ്ഞിട്ട് ഒരു ലോഡ് കൊടുക്കുമ്പം ഇറ്റ് ക്യാൻ മാക്സിമലി കോൺട്രാക്ട് ആൻഡ് ദ ഫോഴ്സ് ഓഫ് കോൺട്രാക്ഷൻ വിൽ ബി maximum. So these are all the effects of the force of contraction. Etra stimulus, one is the force of stimulus, the type of stimulus. Okay, submaximal, maximal, supramaximal ആയിട്ട് നമ്മൾ കൊടുക്കുന്ന type of stimulus, number of stimulus, ടെമ്പറേച്ചറിന് വേരിയേഷൻ ചെയ്യുമ്പം ഉണ്ടാവുന്ന ഇഫക്റ്റ് ഇൻ ഫോഴ്സ് ഓഫ് കോൺട്രാക്ഷൻ ആൻഡ് ലോഡ് എപ്പം കൊടുക്കുന്നു, മസിൽ കോൺട്രാക്ഷന് മുന്നോ അത് കഴിഞ്ഞിട്ടോ കൊടുക്കുന്ന ആ ലോഡിനനുസരിച്ചും ഫോഴ്സ് ഓഫ് കോൺട്രാക്ഷൻ വേരി. ദീസ് ആർ ഓൾ ദി ഡിഫറെൻറ്റ് ഫോർ ഇഫക്ട്സ് ഓഫ് ഡിഫറെൻറ്റ് ചേഞ്ചസ് അക്കോർഡിംഗ് ടു ദി stimulus and number of type of stimulus and temperature and load where your force of contraction varies.